പുലർച്ചെ 2 മണിയോടുകൂടിയായിരുന്നു വണ്ടിപ്പെരിയാർ പശുമല ജംഗ്ഷനിലെ KRS ബിൽഡിംഗിന് തീപിടിച്ചത്. സംഭവത്തിൽ 6ഓളം വ്യാപാര സ്ഥാപനങ്ങൾ കത്തി നശിച്ചതിലൂടെ കോടികളുടെ നഷ്ടമാണ് വ്യാപാരികൾക്കുണ്ടായിരിക്കുന്നത്. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പയ്യമ്പള്ളിയുടെ നേതൃത്വത്തിലുള്ള സംഘം സംഭവസ്ഥലം സന്ദർശിച്ചു. ചെറുകിട വ്യാപാര മേഖല പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്ന സാഹചര്യത്തിൽ തോട്ടം മേഖലയായ വണ്ടിപ്പെരിയാറിൽ പ്രവർത്തിച്ചു വരുന്ന ഈ വ്യാപാര സ്ഥാപനങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങളിൽ സർക്കാർ അടിയന്തരമായി ഇടപെട്ട് ധനസഹായം ലഭ്യമാക്കണമെന്ന് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പയ്യമ്പള്ളി പറഞ്ഞു. രൂപയുടെ നാശനഷ്ടങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളതായിട്ടാണ് കരുതുന്നത്. ഇത്രയും ഈ തീ വ്യാപിച്ച് നാശനഷ്ടം കൂടാനുണ്ടായ സാഹചര്യത്തെ സംബന്ധിച്ച് വണ്ടിപ്പെരിയാറ്റിലെ വ്യാപാരികളും പൊതുജനങ്ങളും പറയുന്നത് വെച്ച് നോക്കിയാൽ ഫയർഫോഴ്സിൻ്റെ ഭാഗത്തു നിന്നും കുറച്ച് ഉപേക്ഷ വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യം വന്ന ഫയർഫോഴ്സിൻ്റെ വണ്ടിയിൽ വേണ്ടത്ര വെള്ളം കരുതിയിരുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു. പിന്നീട് അവർ വെള്ളം എടുക്കാൻ വേണ്ടി വലിയ കാലതാമസം വരികയും ചെയ്തു. പിന്നീട് രണ്ടാമത് കട്ടപ്പനയിൽ നിന്ന് വന്ന രണ്ടാമത്തെ യൂണിറ്റ് ഫയർഫോഴ്സിൻ്റെ വണ്ടിയാണ് കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ടും തീ അണയ്ക്കാൻ പറ്റാതെ വരികയും ആദ്യം ഒരു ചെറിയ ഷോപ്പിൽ തുടങ്ങിയ തീ വ്യാപകമായി പടർന്ന് 5-6 കടകളിലേക്ക് വ്യാപിപ്പിച്ചപ്പോൾ ഏതാണ്ട് നേരം വെളുത്താണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും 3ാമത്തെ യൂണിറ്റ് ഫയർഫോഴ്സ് വന്നത്. 2:10 മുമ്പ് വെളുപ്പിന് 2 മണി 10 മിനിറ്റിന് മുൻപ് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു എന്നാണ് വണ്ടിപ്പെരിയാറ്റിലെ വ്യാപാരി നേതാക്കന്മാർ പറയുന്നത്. പക്ഷേ പോലീസ് അടക്കം വളരെ കാലതാമസം വരുത്തിയാണ്, പോലീസ് മാത്രമല്ല ഫയർഫോഴ്സിൻ്റെ വാഹനമടക്കം വലിയ കാലതാമസം വരുത്തിയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്നു. അത് തീ വ്യാപകമായി പടരുന്നതിനും വലിയ നാശനഷ്ടം സംഭവിക്കുന്നതിനും ഒരു കടയിൽ അല്ലെങ്കിൽ 2 കടയിൽ ഒതുങ്ങി നിൽക്കേണ്ട തീയെ 8 കടകളിലും മുകളിലുള്ള അപ്സ്റ്റെയറിലുള്ള 2 കടകളിലും അങ്ങനെ 10ഓളം കടകളിലേക്ക് വ്യാപിക്കാൻ ഇടയാക്കിയത് ഫയർഫോഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ജാഗ്രത കുറവാണെന്നാണ് പൊതു സമൂഹം വിലയിരുത്തുന്നത്. ഒരു സ്ഥാപനത്തിൽ നിന്നും ആരംഭിച്ച അഗ്നിബാധ ശ്രദ്ധയിൽപ്പെട്ടയുടൻ അഗ്നിരക്ഷാ വിഭാഗത്തെ വിവരം അറിയിച്ചിരുന്നു. എന്നാൽ പീരുമേട് ഫയർ സ്റ്റേഷനിലെ 2 യൂണിറ്റുകൾ എത്തി തീ അണയ്ക്കുവാൻ ശ്രമിച്ചെങ്കിലും ഫയർ എഞ്ചിനുകളിലെ ജലത്തിന്റെ കുറവ് പ്രതിസന്ധി ഏർപ്പെടുത്തി. പിന്നീട് ഇവർ വെള്ളം ശേഖരിച്ച ശേഷമാണ് തീ അണയ്ക്കുവാൻ തുടങ്ങിയത്. ഇത്തരം അടിയന്തര സാഹചര്യങ്ങളിൽ ഇതുപോലുള്ള വീഴ്ചകൾ അംഗീകരിക്കാൻ സാധിക്കില്ല എന്നും ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയതിനു ശേഷമാണ് തീ പൂർണ്ണമായി അണയ്ക്കാൻ സാധിച്ചതെന്നും ആയതിനാൽ ടൂറിസം മേഖല കൂടിയായ വണ്ടിപ്പെരിയാറിലോ കുമളിയിലോ അടിയന്തരമായി ഒരു ഫയർഫോഴ്സ് യൂണിറ്റ് സ്ഥാപിക്കണമെന്നും ജില്ലാ പ്രസിഡന്റ് സണ്ണി പയ്യമ്പള്ളി ആവശ്യപ്പെട്ടു. വണ്ടിപ്പെരിയാറിലെ വ്യാപാര സ്ഥാപനത്തിൽ 2 മണിയോടുകൂടി അഗ്നിബാധയുണ്ടായ സമയം 2:10 അധികൃതരെ വിവരം അറിയിക്കുകയും പീരുമേട് അഗ്നിരക്ഷാ നിലയത്തിൽ ധരിപ്പിച്ചതുമാണ്. എന്നാൽ തീ അണയ്ക്കുന്നതിന് ആവശ്യമായ വെള്ളം കരുതാതെയാണ് ഫയർഫോഴ്സ് സംഘം എത്തിയത്. കട്ടപ്പനയിൽ നിന്നും വന്ന അഗ്നിരക്ഷാ വിഭാഗം ഏലപ്പാറ കുട്ടിക്കാനം ചുറ്റി വന്നതിനാൽ സമയതാമസം മൂലം മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിലേക്കും അഗ്നി പടരുകയായിരുന്നു. അഗ്നിബാധയുണ്ടായി നിമിഷങ്ങൾക്കകം അധികൃതരെ വിവരം ധരിപ്പിച്ചിട്ടും അധികൃതരുടെ അഗ്നിരക്ഷാ വിഭാഗത്തിന്റെയും മെല്ലെപ്പോക്ക് നയം കൂടുതൽ വ്യാപാര സ്ഥാപനങ്ങൾ കത്തിനശിക്കുവാൻ കാരണമായതായി കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി വണ്ടിപ്പെരിയാർ യൂണിറ്റ് പ്രസിഡന്റ് S. അൻപുരാജ് പറഞ്ഞു. 6 മണിക്ക് വിളിക്കുന്നു, 1 മിനിറ്റ് സമയമേ എടുത്തുള്ളൂ. 6 മണിക്ക് വിളിച്ച് പെട്ടെന്ന് അറുടെ വീട്ടിൽ പോയി അത് പറയാൻ പറഞ്ഞു. 2 മണി 1:59 ആദ്യത്തെ ഫോൺ പറഞ്ഞ് 2 മണിക്ക് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു വീട്ടിൽ പോയി കാര്യങ്ങൾ പറയാൻ പറഞ്ഞു. അപ്പോൾ അവരുടെ കുടുംബം പറഞ്ഞത് ഇപ്പോൾ അവർ നേരത്തെ കടയ്ക്ക് പോയി എന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നീട് ഞാൻ 2:02 പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു. 2:02 പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് പെട്ടെന്ന് നേരെ തന്നെ സ്പോട്ടിൽ വന്നു. അന്നേരം കടയുടെ പുറയിൽ ചെറുതായിട്ട് ഒരു തീ മാത്രമേ കത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അതിൻ്റെ 2 കടയിലെ അപ്പുറത്തുള്ള ഒരു പയ്യൻ ഒരു 5-6 ബക്കറ്റ് വെള്ളം ഒളിച്ചിട്ട് നിന്നില്ല. അത് കഴിഞ്ഞ് അങ്ങ് ചെറുതായിട്ട് തീ കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നേ. അത് കഴിഞ്ഞിട്ട് 3/4 മണിക്കൂർ കഴിഞ്ഞാണ് ഫയർഫോഴ്സിൻ്റെ ആദ്യ വണ്ടി വരുന്നത്. അത് വന്നിട്ടും ആവശ്യമുള്ള വെള്ളമില്ല, അവരെ കൊണ്ട് പറ്റുന്നില്ല. അവർ വെള്ളം ഒളിക്കുന്നതോടെ തീയുടെ സ്പീഡ് കൂടുക. അത് കഴിഞ്ഞ് എനിക്കങ്ങ് പേടിയായത് കൊണ്ട് അത് കഴിഞ്ഞ് MLA വിളിച്ചു. MLA പറഞ്ഞ് അത്യാവശ്യം മറ്റേ കട്ടപ്പന ചെന്ന വണ്ടിയെ വിടാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടും എനിക്ക് തിരുത്തായില്ല. അതുകൊണ്ട് നമ്മുടെ ജില്ലാ പ്രസിഡന്റ് വിളിച്ചു. ജില്ലാ പ്രസിഡന്റ് ഇടുക്കി SP ആയിട്ട് ബന്ധപ്പെട്ട് അതിനുള്ള ഏർപ്പാട് പിന്നെയും ചെയ്തിട്ടുണ്ട്. ഇത്രയും സംഭവങ്ങളാണ്. പക്ഷേ ഇതിനകത്തുള്ള വളരെയധികം ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ആദ്യത്തെ സ്പീഡിൽ തന്നെ ഇത് നല്ല രീതിയിൽ 2 വണ്ടി വന്നാൽ ഈ തീ മൊത്തം കെടുത്താവുന്ന സാഹചര്യം ഉണ്ടാകുന്നുള്ളൂ. അഗ്നിക്കിരയായ 6ഓളം വ്യാപാര സ്ഥാപനങ്ങളിൽ ഏറ്റവും അധികം നഷ്ടം സംഭവിച്ചിരിക്കുന്നത് അരുൺ എന്റർപ്രൈസസിലാണ്. ഏകദേശം 60 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടം സംഭവിച്ചതാണ് അരുൺ എന്റർപ്രൈസസ് ഉടമ S. അരുൾ രാജ് പറഞ്ഞു.
25 വർഷമായി ഇദ്ദേഹം നടത്തിവരുന്ന വ്യാപാര സ്ഥാപനത്തിന് 15 ലക്ഷം രൂപയോളം ബാങ്ക് വായ്പയാണുള്ളത്. സീസൺ ആയതിനാലും ശനി ഞായർ കച്ചവടം ലക്ഷ്യമിട്ടും അരുൾ എന്റർപ്രൈസസിൽ അധിക സ്റ്റോക്കുകൾ ശേഖരിച്ചിരുന്നതും അഗ്നിക്കിരയായി. ഈ ബിൽഡിംഗിൽ 3 മാസമായി പ്രവർത്തിച്ചു വന്നിരുന്ന ഗിൽറ്റ് എന്ന വ്യാപാര സ്ഥാപനത്തിന് 25 ലക്ഷം രൂപയോളം നഷ്ടം കണക്കാക്കുന്നതായും സമാന രീതികളിൽ തന്നെ മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾക്കും ദുരന്തത്തിൽ നഷ്ടങ്ങൾ സംഭവിച്ചതായുമാണ് വ്യാപാരികൾ അറിയിച്ചിരിക്കുന്നത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പയ്യമ്പള്ളി, ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് KR വിനോദ്, വണ്ടിപ്പെരിയാർ യൂണിറ്റ് പ്രസിഡന്റ് S അൻപുരാജ്, യൂണിറ്റ് സെക്രട്ടറി റിയാസ് അഹമ്മദ്, മറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ അഗ്നിക്കിരയായ വ്യാപാര സ്ഥാപനങ്ങളിൽ സന്ദർശനം നടത്തി. ന്യൂസ് ബ്യൂറോ, പീരുമേട്.